ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാട്ടിലെ വീഡിയോസൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ള വൈബ്സൊക്കെയാണ് കാണുന്നത്. അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇവിടെ ഒരാൾ സ്കൂളിൽ പോകാൻ റെഡി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളുള്ളതുകൊണ്ട് ആൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിട്ട് നിൽക്കുകയാണ്. ഇഷ്ടായില്ലേ ഹെയർ സ്റ്റൈല്? നമുക്ക് വെക്കേഷൻ ആണെങ്കിലും നാട്ടിലെല്ലാവർക്കും സ്കൂളും ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവിടെയും പോക്ക് കുറച്ച് പാടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഇവിടെ നൈറ്റ് എത്തി. ഇനിയിപ്പോൾ രാവിലെ തന്നെ നമ്മൾ തിരിച്ച് പോകും കേട്ടോ. കാരണം എല്ലാവർക്കും സ്കൂളിൽ പോകണം, ഓഫീസിൽ പോകണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ എന്നാലും എല്ലാവരെയും ഒന്ന് വെക്കേഷന് നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊന്ന് കാണണമല്ലോ. ഈ വർഷത്തിലൊരിക്കലൊക്കെയല്ലേ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മുതലക്കോടം പള്ളിയിൽ പോയി കേട്ടോ. മുതലക്കോടം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മൂൻ കുറേ വർഷമായിട്ട് പറയുന്നൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവുകയാണേ. ലൊക്കേഷൻ അമ്മൂൻ്റെ 2-3 വർഷമായിട്ടുള്ള ആഗ്രഹമാണ് ഉപ്പുമുളകിൻ്റെ ലൊക്കേഷൻ വരെ. അവസാനം നമ്മളത് എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ വെറുതെ വന്നിട്ടുണ്ട്. പാറമട കണ്ടുകൊണ്ടിരിക്കുന്ന പാറമട വലുതാട്ടാ. അത് പക്ഷേ നമ്മളങ്ങനെ ഈ ഷൂട്ടിംഗ് നടക്കുന്ന വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ക്രൂ മെമ്പറിനെ കണ്ടപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ സമയം, ഒരു ബ്രേക്കിൻ്റെ സമയമാകുമ്പോഴത്തേക്കും കാണാൻ പറ്റും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഇവരെയൊക്കെ കണ്ടേ. പാറുപ്പ ഏത് ക്ലാസ്സിലാ? 3-ലാ. കുഞ്ഞാലേ. അങ്ങനെ അവിടുത്തെ എല്ലാവരെയും കണ്ടു. അവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതേ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട് ഇതേ രാത്രിയായപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മൂസ് ഇതേ എവിടെ നിന്നിരുന്നത് ഭയങ്കര ഊഞ്ഞാലാട്ടൊക്കെയാണ്. ഭയങ്കര വേവ്സ് ആയിരുന്നു കേട്ടോ. നമ്മൾ ആ വൈകിട്ട് സമയത്ത് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേവ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഇത് ഷീചേട്ടൻ്റെ അപ്പനും അമ്മയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം നമ്മൾ ചെല്ലാനം ബീച്ച് കാണാൻ വേണ്ടി നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ വഴി തെറ്റി ചെല്ലാനം ഹാർബറിലെത്തി കേട്ടോ. മാപ്പ് ഇട്ടിട്ട് നമ്മൾ ഹാർബറിൽ നിന്നാണ് ഇട്ടത്. അങ്ങനെ ഹാർബറിലെത്തി. അവിടെ കുറേ ബോട്ടും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഫിഷിംഗ് ബോട്ടൊക്കെ. പിന്നെ അവിടെ നിന്ന് തിരിച്ചിട്ട് ചെല്ലാനം ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ പിന്നെ നല്ല മഴ. അങ്ങനെ അപ്പനും അമ്മയൊന്നും ഇറങ്ങിയില്ല കേട്ടോ. അത്രയും മഴയായിരുന്നു. ഞങ്ങൾ കുടയൊക്കെ ചൂടി അവിടെ നിന്നു. ഒട്ടും മഴയില്ല ഗായ്സ്, ഭയങ്കര വെയിലാണ്. ഞങ്ങൾ വെയിലത്ത് കുടയും ചൂടി നിൽക്കുകയാണ്. ബീച്ച് കാണാൻ വന്നതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നമ്മളിത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. പക്ഷെ ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഈ സ്ഥലം ഇട്ടിട്ടുണ്ട്. ഭയങ്കര വേവ്സാണ് കേട്ടോ. മഴയും കാറ്റില്ല, പക്ഷെ മഴയുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര വേവ്സ് ഉണ്ട്. പിന്നെ ഈ കടൽ ഭിത്തിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടൊന്നും അങ്ങനെ വെള്ളമൊന്നും കയറുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ അവിടെ നിന്ന് നേരെ ഫോറം മാളിലോട്ട് വന്നേ. അപ്പോൾ അമ്മ നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ടായില്ല കേട്ടോ. അമ്മയ്ക്ക് കുറച്ച് നേരം ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നടുവേദനയൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് നമ്മൾ ബീച്ചിൽ നിന്ന് നേരെ അമ്മേനെ വീട്ടിൽ കൊണ്ടാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇത് അപ്പനാണ് കേട്ടോ. അപ്പനങ്ങനെ ഷൂ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നമ്മൾ ഷൂ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം നമ്മൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. മുമ്പ് ഇടാമല്ലോ. അപ്പോൾ അമ്മൂസാണ് കേട്ടോ ഇവിടുത്തെ എന്താ പറയുക കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുന്ന ആൾ അമ്മൂസാണ്. പൈസ കൊടുത്ത്
ഞെക്കി മോത്തരച്ച കുടിച്ചോക്ക നല്ല ഫോട്ടോ അല്ലേ അങ്ങനെ അപ്പാപ്പയും മോളും കൂടെ അതേ ഇവിടെ ഫോട്ടോ സെഷനാണ് കേട്ടോ. അപ്പാപ്പ മോളുടെ ഫോട്ടോസൊക്കെ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ ഫുഡൊക്കെ എത്തി. നമ്മളപ്പോൾ അതേ ഫുഡൊക്കെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ മസാജിങ് ചെയർ കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ കൂടെ ചെയ്തൊരു മസാജും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല സുഖം ഉണ്ടായിരുന്നേ. അപ്പോൾ കുറേ നേരം നമ്മളങ്ങനെ മസാജിങ് ചെയറിലൊക്കെ ഇരുന്നു. നമ്മൾ ദുബായിലായിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് സംഭവത്തിൽ ഇരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഇവിടെ അധികം എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഈ മസാജിങ് ചെയർ. അതുകൊണ്ട് കുറേ നാളായി മസാജിങ് ചെയറിൽ ഇരുന്നിട്ട്. പണ്ട് ദുബായിലൊക്കെ പോകുമ്പോൾ മാളുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. മെയിനായിട്ട് നമ്മൾ സിനിമ കാണാൻ പോകുമ്പോഴാണ് ആ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കോയിൻ ഇട്ടിട്ട് ഇരിക്കാൻ പറ്റുന്ന കുറേ സംഭവം മാൾസിലുണ്ടല്ലോ. അങ്ങനെ അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ ഇവിടുത്തെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ അപ്പനോട് എൻജോയ് ചെയ്യുക. നമ്മുടെ ഇപ്പുറത്ത് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഉറങ്ങിപ്പോയിട്ടോ. കഴിഞ്ഞിട്ടൊന്നും ആൾ അറിഞ്ഞിട്ടേ ഉണ്ടായില്ല. സുഖമായിട്ട് നല്ല ഉറക്കമായിരുന്നു. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരു ദിവസം നാട്ടിലെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.